അടുത്ത നമ്മൾ ഇൻ്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഫസ്റ്റ് പറയുന്നത്. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് എഫ് ഓഫ് എക്സ് ആസ് ആൻ ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു എ. അതായത് എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ് ഓൺ ഓപ്പൺ എ ബി, ഓപ്പൺ എ ക്ലോസ്ഡ് ബി, ആൻഡ് എഫ് ഓഫ് എക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ വാല്യൂവിൽ ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഓപ്പൺ ഇട്ടത്. ദെൻ വി ഡിഫൈൻ ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഈ എ ലോവർ ലിമിറ്റിന് നമ്മളുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നാണ് ഫസ്റ്റ് ഡെഫിനേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് സി ടെൻസ് ടു എ പ്ലസ് ഇൻറ്റഗ്രേഷൻ എ പ്ലസ് ഒന്നും വേണ്ട, അതായത് പോസിറ്റീവ് തന്നെ വാല്യൂ വരുള്ളൂ. സോ നമ്മൾ എക്ക് നമ്മൾ എന്ത് കൊടുക്കുക, നമ്മളിപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മൾ ചെയ്തിരുന്നു ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തില്ല. അതേപോലെ എക്ക് അല്ലെ ആ എ എന്ന് പറഞ്ഞ വാല്യൂവിലാണ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത്. സോ ആ വാല്യൂവിന് നമ്മൾ സി എന്ന് പറഞ്ഞിട്ടൊരു ഡെമ്മി വേരിയബിൾ കൊടുക്കാം. സോ സി ടെൻസ് ടു എ ഇൻറ്റഗ്രേഷൻ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു, ഇനി ഈ സി എന്ന് പറഞ്ഞത് എന്താണ്, ഡെമ്മി വേരിയബിൾ ആണ്. സോ ഒന്നുകിൽ അങ്ങനെ എഴുതാം, ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലോവർ ലിമിറ്റാണ് നമ്മളുടെ എന്ത് വരുന്നത്, കണ്ടിന്യൂസ് അല്ലാതെ വരുന്നത്. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇൻറ്റഗ്രേഷൻ എ പ്ലസ് എപ്സിലോൺ ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമ്മൾ കൂടുതലും ഈ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് വാല്യൂ ആണോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തല്ല ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്ത ഏത് പോയിന്റ് ആണുള്ളത് ആ പോയിന്റ് നമ്മൾ എന്ത് കൊടുക്കാം, ലോവർ ലിമിറ്റ് ആയതുകൊണ്ട് എ പ്ലസ് എപ്സിലോൺ, ആ ലോവർ ലിമിറ്റിന്റെ കൂടെ നമ്മളൊരു എപ്സിലോൺ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ കിട്ടുന്ന വാല്യൂവിൽ എപ്സിലോൺ ടെൻസ് ടു 0, എപ്സിലോണ് 0ലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇഫ് ദി ലിമിറ്റ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ്, ഈ ലിമിറ്റിന്റെ വാല്യൂ നമുക്ക് ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവേർജസ് ആണെന്ന് പറയാം. കാരണം ഇംപ്രോപ്പർ ഇന്റഗ്രൽ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ എ ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ബി ടു ഇൻഫിനിറ്റി, എ ടു മൈനസ് ഇൻഫിനിറ്റി അങ്ങനെ വരുന്ന മാത്രമല്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് തേർഡ് കൈൻഡ് വരുന്നുണ്ട്, സെക്കൻഡ് കൈൻഡ് വരുന്നത്. സെക്കൻഡ് കൈൻഡ് എന്തായിരുന്നു, അതിൽ ഫംഗ്ഷൻ ഏതെങ്കിലും വാല്യൂസിൽ കണ്ടിന്യൂസ് അല്ലാത്ത കേസ്, അതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ഫംഗ്ഷൻ ഏതെങ്കിലും വാല്യൂസിൽ കണ്ടിന്യൂസ് അല്ലാത്ത കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഇന്റഗ്രലിനെ ചെയ്യാന്ന്. നമ്മളിപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ ആ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്തായിരിക്കും, കൺവേർജസ് ആയിരിക്കും. ആ വാല്യൂ ആണ് എന്ത്, ഇന്റഗ്രൽ എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് കിട്ടുന്ന ലിമിറ്റിന്റെ വാല്യൂ ഉണ്ടല്ലോ, എപ്സിലോൺ വെച്ചിട്ട് നമ്മൾ ചെയ്തു, എന്നിട്ട് നമുക്ക് ലിമിറ്റിന്റെ വാല്യൂ കിട്ടും. എപ്സിലോൺ ടെൻസ് ടു 0 കൊടുത്ത് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെയാണ് നമ്മൾ ഇന്റഗ്രൽ എന്ന് പറയാം. ഓക്കെ, ഇഫ് ദി ലിമിറ്റ് ഫെയിൽസ്, നമുക്ക് ലിമിറ്റ് കിട്ടിയിട്ടില്ല, ലിമിറ്റ് ഒരു ഇൻഫിനിറ്റി ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഇന്റഗ്രൽ ഡൈവേർജസ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പാരിസൺ ടെസ്റ്റ് ആണ് പറഞ്ഞത്. കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യുക അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് അല്ലെങ്കിൽ രണ്ടും ഇൻഫിനിറ്റി വരുന്ന കേസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു വാല്യൂല് ഏതെങ്കിലും നമ്മളുടെ ആ ഇന്റർവെലിന്റെ ഏതെങ്കിലും ഒന്നുകിൽ അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ ലോവർ ബൗണ്ട് അല്ലെങ്കിൽ അതിന്റെ നടുവിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂവിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്ത കേസിൽ അങ്ങനത്തെ ഇംപ്രോപ്പർ ഇന്റഗ്രലിനെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം. ഓക്കെ, സെക്കൻഡ് ഡെഫിനിഷൻ, ലെറ്റ് എഫ് ഓഫ് എക്സ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ഓപ്പൺ ബി ആൻഡ് എഫ് ഓഫ് എക്സ് ആസ് ആൻ ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു ബി. ഇവിടെ എന്താ, നേരെ തിരിച്ച്, അതായത് അപ്പർ ലിമിറ്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ത് വരുന്നത്, ഡിസ്കണ്ടിന്യൂസ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാൽ, ഇന്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഈ ഡെഫിനേഷൻ പഠിച്ചാൽ മതി. ഈ ഒരു ഡെഫിനേഷൻ ഇത് വേണമെന്നില്ല. ഓക്കെ, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇന്റഗ്രേഷൻ എ ടു ബി മൈനസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ ലോവർ ലിമിറ്റിനാണെങ്കിൽ എ പ്ലസ് എപ്സിലോൺ ആണ്, ഡി വാല്യൂ ലിമിറ്റ് ഒക്കെ കൊടുക്കുന്നിട്ട് എപ്സിലോൺ എങ്ങോട്ട് പോവാ, 0ലേക്ക് ടെൻഡ് ചെയ്യാം. അപ്പർ ബൗണ്ടിലാണെങ്കിൽ അപ്പർ ലിമിറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബി മൈനസ് എപ്സിലോൺ ആണ് കൊടുക്കുക. ഓക്കെ, ഇഫ് ദി ലിമിറ്റ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഫൈനൈറ്റ്, ലിമിറ്റിന്റെ വാല്യൂ ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവേർജസ് ആണെന്ന് പറയും. ആ കിട്ടുന്ന നമ്മുടെ വാല്യൂവിനെ നമ്മൾ ഇന്റഗ്രൽ എന്നാണ് പറയുക. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡൈവേർജസ് ആയിരിക്കും. ഓക്കെ, അടുത്ത ഇഫ് എഫ് ബിക്കംസ് ഇൻഫിനിറ്റ് അറ്റ് ബോത്ത് എൻഡ് പോയിന്റ്സ് എ ആൻഡ് ബി, രണ്ട് എൻഡ് പോയിന്റ്സിലും എന്താണ്, ഇൻഫിനിറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. അതായത് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ് നോട്ട് പറഞ്ഞ റിയൽ നമ്പർ എടുക്കുക, എന്നിട്ട് ഇന്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ എ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ എക്സ് നോട്ട് ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഈ ലോവർ ലിമിറ്റിൽ അല്ലെങ്കിൽ
അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ രണ്ട് പോയിന്റിലും അതായത് അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും നമ്മുടെ ഫംഗ്ഷൻ എന്തല്ല കണ്ടിന്യൂസ് അല്ല. സോ നമ്മൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു, എന്നിട്ട് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് എഴുതി. എ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് എക്സ് നോട്ട് ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമ്മൾ എഴുതി. ഓക്കെ, എക്സ് നോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയൽ നമ്പർ ആണ്. ദെൻ ഈ ഇംപ്രോപ്പർ ഇന്റഗ്രലിൽ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ അപ്പർ ലിമിറ്റിൽ ഈ ലോവർ ലിമിറ്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇന്റഗ്രേഷൻ എ പ്ലസ് എപ്സിലോൺ എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 എക്സ് നോട്ട് ടു ബി മൈനസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ രണ്ട് ലിമിറ്റും നമ്മൾ എക്സിസ്റ്റ് ആയി. ഇതിന്റെ വാല്യൂ കണ്ടെത്താൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു, അതേപോലെ ഇതിന്റെയും വാല്യൂ കണ്ടെത്താം. എന്നിട്ട് എപ്സിലോണ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ കണ്ടെത്താം. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് ലിമിറ്റ് വാല്യൂയിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതിനൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് കൺവേർജന്റ് ആണെന്ന് പറയാം. ഈ ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവേർജന്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ അത് ഡൈവേർജന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫോർത്ത് വൺ, ഇഫ് എഫ് ബിക്കംസ് ഇൻഫിനിറ്റ് അറ്റ് ആൻ ഇന്റീരിയർ പോയിന്റ് ഡി ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ഇനി പറഞ്ഞത് ഈ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള പോയിന്റിൽ എയിലും നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ബിയിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇതിന്റെ ഉള്ളിൽ ഒരു ഡി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക. എയും ബിയും അല്ല, ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് അല്ലാതെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇന്റഗ്രേഷനെ എ ടു ബി എന്ന് പറഞ്ഞ ഇന്റഗ്രേഷൻ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാം. എ ടു ഡി പ്ലസ് ഡി ടു ബി എന്ന് എഴുതാം. ഇനി ഡിയിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമുക്കറിയാം ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഡി മൈനസ് എപ്സിലോണും ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഡി പ്ലസ് എപ്സിലോണും ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ ഫംഗ്ഷൻ ഫൈനൈറ്റ് ആണെങ്കിൽ കൺവേർജന്റ് ആണ്, അതർവൈസ് ഇറ്റ് ഈസ് ഡൈവേർജന്റ്. ഓക്കെ, അപ്പൊ നാല് കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത കേസ്, അങ്ങനെ 5 കേസസ് ആണുള്ളത്. ഇഫ് ദി ഫംഗ്ഷൻ എഫ് ഹാസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂസ്. ഇനി ക്ലോസ്ഡ് ഇന്റർവെൽ ഇപ്പൊ നമ്മൾ ഒറ്റ വാല്യൂവിന്റെ കേസാണ് പറഞ്ഞത്. എ ബി എന്നുള്ളതിൽ ഡി എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത്. ഇനി ഈ എ ബി എന്ന് പറഞ്ഞ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ D1 D2 എക്സെട്ര അങ്ങനെ DM വരെയുള്ള വാല്യൂസിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് വിചാരിക്കാം. ഇത് എന്തിന്റെ ഈ പോയിന്റ്സ് എയുടെയും ബിയുടെയും നടുവിലുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു D1 ലെസ് ദാൻ D2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ DM ലെസ് ദാൻ ഓർ ഈക്വൽ ടു BM. ദെൻ ഇന്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് എ ടു D1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് D1 ടു D2 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് DM ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമുക്ക് ഇതിന്റെ വാല്യൂ ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടണമെങ്കിൽ കൺവേർജന്റ് ആണ്, അതർവൈസ് ഇറ്റ് ഈസ് ഡൈവേർജന്റ്. ഓക്കെ, നമുക്കതിനെ പ്രോബ്ലം ചെയ്ത് നോക്കാം. എക്സാമിൻ ദി കൺവേർജൻസ് ഓഫ് ഫസ്റ്റ് വരുന്ന 0 to 1 dx by x square. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x square. നമ്മുടെ ഇന്റർവെല്ലിൽ ക്ലോസ് ഇന്റർവെൽ 0 to 1 ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതിലാണ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത്, എക്സിന്റെ സ്ഥലത്ത് 0 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇന്റർവെല്ലിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതാം, ഓപ്പൺ 0 ക്ലോസ്ഡ് 1. ഓക്കെ, അപ്പൊ ഈ ഇതിലാണ് നമ്മുടെ 0യിലാണ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ 0 to 1 dx by x square ഈക്വൽ ടു നമ്മൾ ലിമിറ്റ് epsilon tends to 0 integration 0 plus epsilon to 1 dx by x square. Okay, into epsilon tends to 0 plus epsilon to 1 by x square dx. Then നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. 1 by x square ഇന്റഗ്രേഷൻ എന്താ, x raised to minus 2 ഇന്റഗ്രേറ്റ് ചെയ്യുക. x raised to minus 2 ഇന്റഗ്രേറ്റ് ചെയ്ത x raised to minus 2 plus 1 divided minus 2 plus 1. So x raised to minus 1. So minus x raised to minus 1, that means minus 1 by x. Then നമ്മൾ എന്ത് ചെയ്യുക, എപ്സിലോണും 1ഉം കൊടുക്കുക. 0 plus epsilon പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എപ്സിലോൺ ആണ്. സോ എപ്സിലോണും 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0. ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, മൈനസ് 1 by 1 മൈനസ് 1 by epsilon വരും. ഈ മൈനസിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 1 by epsilon മൈനസ് 1. അതാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ് അല്ല, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ദെൻ എപ്സിലോൺ ടെൻസ് ടു 0. ഇവിടെ എപ്സിലോൺ ടെൻസ് ടു 0 കൊടുത്ത ഇവിടെ എപ്സിലോന്റെ വാല്യൂ എന്തായിരിക്കും, 1 by 0 ഇൻഫിനിറ്റി. സോ നമ്മുടെ ഇംപ്രോപ്പർ ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് എന്താ വന്നത്, ഇൻഫിനിറ്റി വാല്യൂ ആണ് വന്നത്. സോ ഗിവൺ നമുക്ക് തന്നിട്ടുള്ള ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഇസ് ഡൈവേർജന്റ്. ഓക്കെ, അടുത്തത് ഇന്റഗ്രേഷൻ 0 to 1 dx by root of 1 minus x square ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഇന്റഗ്രേഷൻ 0 to 1 dx by root of 1 minus x square എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്
നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഇൻ്റഗ്രേഷൻ 0 to 1 dx by root of 1 minus x square എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റർവെൽ തന്നിരിക്കുന്നത് 0 to 1 ആണ്. അപ്പോൾ അതിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ എക്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. കാരണം 1 minus 1 പറഞ്ഞാൽ 0 വരും. സോ 1/0 പറഞ്ഞാൽ ഇൻഫിനിറ്റി വരും. സോ ഫംഗ്ഷൻ ഈസ് ഇൻഡിഫൈൻഡ്. ദെൻ നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രേഷൻ 0 to 1 1/root of 1 minus x square dx നമ്മൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 0 മേലെയാണ്, അതായത് അപ്പർ ലിമിറ്റാണ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത്. സോ 1 minus epsilon ഇൻറ്റു 1 minus epsilon 1/root of 1 minus x square dx. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സൈൻ ഇൻവേഴ്സ് ആണ്. സോ സൈൻ ഇൻവേഴ്സ് എക്സ് 0 to 1 minus epsilon ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 സൈൻ ഇൻവേഴ്സ് നമ്മൾ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ സൈൻ ഇൻവേഴ്സ് 1 minus epsilon മൈനസ് സൈൻ ഇൻവേഴ്സ് 0. സോ ഇതെന്താവും, സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാല്യൂ സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ എന്താവും, 0 ആയിട്ട് പോകും. ദെൻ സൈൻ ഇൻവേഴ്സ് 1 minus epsilon, ഈ എപ്സിലോൺ നമ്മൾ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. സോ സൈൻ ഇൻവേഴ്സ് 1 പറഞ്ഞാൽ 5/2. ഓക്കെ, സിൻസ് ദി ലിമിറ്റ് ഈസ് ഫൈനൈറ്റ്, ലിമിറ്റ് ഫൈനൈറ്റ് ആണ്, 5/2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദി ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഈസ് കൺവേർജന്റ് ആൻഡ് ഹാസ് ദി വാല്യൂ 5/2. നമ്മുടെ ഇന്റഗ്രൽ കൺവേർജന്റ് ആണ്, ആ വാല്യൂ എന്താണ്, 5/2 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രേഷൻ 0 to 2 dx by 2x minus x square ആണ്. അപ്പോൾ 0 to 2 1/2x minus x square becomes infinite at both end points. രണ്ട് എൻഡ് പോയിന്റ്സിൽ എന്താണ്, 0 കൊടുത്താൽ നമ്മുടെ ഫംഗ്ഷൻ എന്താവും, 2 into 0 minus 0. അപ്പോൾ എന്തായി, 0 ആയി. അടുത്ത് 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 into 2 4 minus 2 square 4. അപ്പോൾ രണ്ട് വാല്യൂയിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഇൻഫിനിറ്റ് അല്ല, അതായത് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് അല്ല. സോ ഇൻ്റഗ്രേഷൻ 0 to 2 dx by 2x minus x square നമ്മൾ എന്ത് ചെയ്യുക, 0 to 2 ആണ് വന്നിരിക്കുന്നത്. സോ 0-ൻ്റെയും 2-ൻ്റെയും ഇടയിലുള്ള പോയിന്റ് ആണ് 1. സോ ഇൻ്റഗ്രേഷൻ 0 to 1 dx by 2x minus x square പ്ലസ് ഇൻ്റഗ്രേഷൻ 1 to 2 dx by 2x minus x square. ദെൻ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ 1 dx by 2x minus x square പ്ലസ് ലിമിറ്റ് ഡെൽറ്റ, അതായത് ഇവിടെ എപ്സിലോൺ കൊടുത്തു, രണ്ടും കൂടി കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ട് നമ്മൾ വേറൊരു ഡെമി വേരിയബിൾ ഡെൽറ്റ യൂസ് ചെയ്തു. സോ ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 1 to 2 മൈനസ് ഡെൽറ്റ. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കണം, ലോവർ ലിമിറ്റ് ആണെങ്കിൽ ഡെൽറ്റ പ്ലസ് ചെയ്യുക, നമ്മൾ ഏത് വേരിയബിൾ ആണോ കൊടുക്കുന്നത് പ്ലസ് ചെയ്യുക, അപ്പർ ലിമിറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. സോ dx by 2x minus x square. ദെൻ ഇൻ്റഗ്രേഷൻ dx by, ഇനി നമ്മൾ ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dx by 2x minus x square നമുക്ക് ഇൻ്റഗ്രേഷൻ 1/x into 2 minus x എന്ന് എഴുതാം. ഓക്കെ, dx. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് 1/2 നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തു. ദെൻ 1/x പ്ലസ് 1/2 മൈനസ് എക്സ് dx. പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ a/x പ്ലസ് b/2 മൈനസ് എക്സ് എന്ന് എഴുതിയിട്ട് നമ്മൾ ചെയ്യില്ല, അത് ആ ഒരു രീതിയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വാല്യൂ കിട്ടും. അതിന് നമ്മൾ 1/2 ഔട്ട് സൈഡിലെടുത്ത് ഇൻ്റഗ്രേഷൻ രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ dx/x പ്ലസ് 1/2 ഇൻ്റഗ്രേഷൻ dx/2 മൈനസ് എക്സ്. ഇതിന് ലോഗ് എക്സ് ആണ് ഇതിൻ്റെ ആൻസർ. ഇത് പറഞ്ഞിട്ട് ലോഗ് ഓഫ് 2 മൈനസ് എക്സ്. സോ ലോഗ് എക്സ് മൈനസ് ലോഗ് 2 മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, ദെൻ നമുക്കിപ്പോൾ കിട്ടിയത് ലോഗ് എക്സ് മൈനസ് ലോഗ് 2 മൈനസ് എക്സ്. അപ്പോൾ ലോഗ് a മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് ഓഫ് a/b എന്ന് എഴുതാം. ദെൻ 1/2 ലോഗ് ഓഫ് x/2 മൈനസ് എക്സ്. ദെൻ നമ്മുടെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇൻ്റഗ്രേഷൻ 0 to 2 dx by 2x മൈനസ് എക്സ് സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതി, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ 1 dx by 2x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 1 to 2 മൈനസ് ഡെൽറ്റ dx by 2x മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത വാല്യൂ ആണ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 1/2 ലോഗ് ഓഫ് x/2 മൈനസ് എക്സ്. 0 പ്ലസ് എപ്സിലോണിന് 1 ലിമിറ്റ് കൊടുത്തു, അതേപോലെ ഇവിടെയും 1ഉം 2 മൈനസ് ഡെൽറ്റ ലിമിറ്റ് കൊടുത്തു. എന്നിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 1/2 ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ലോഗ് ഓഫ് 2 മൈനസ് എപ്സിലോൺ ബൈ എപ്സിലോൺ പ്ലസ് 1/2 ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 ലോഗ് ഓഫ് 2 മൈനസ് ഡെൽറ്റ ബൈ ഡെൽറ്റ. ഇതിലിപ്പോൾ രണ്ട് സൈഡിലും എന്താണ്, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എബവ് ഡു നോട്ട് എക്സിസ്റ്റ്, രണ്ടും എക്സിസ്റ്റ് ചെയ്യണില്ല. സോ നമുക്ക് എന്ത് പറയാം, ഈ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ രണ്ട് സൈഡിലും അതേപോലെ അതിൻ്റെ രണ്ട് ലിമിറ്റും അതേപോലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ ഏതെങ്കിലും
വാല്യൂസിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഇൻവെസ്റ്റിഗേറ്റ് ദി കൺവേർജൻസ് ഓഫ് ഇൻറ്റഗ്രേഷൻ 0 to 3 1/(x-1)3 dx എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫംഗ്ഷൻ ഏത് വാല്യൂയിലാണ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതെ നോക്കുക. സോ x = 1 ആകുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതെ വരിക. ഈ 0, 3 എന്നുള്ള ആ ക്ലോസ് ഇൻ്റർവെല്ലിൽ അതിൻ്റെ നടുവിലുള്ള പോയിൻ്റാണ് എന്ത് 1 എന്ന് പറയുന്നത്. സോ അത് 0 to 1. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ 0 to 3ൻ്റെ ഇടയിലുള്ള പോയിന്റ് 1ലാണ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത്. സോ 0 to 1, 1 to 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവെലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ ദി കൺവേർജൻസ് ഓഫ് ദി ഇൻ്റഗ്രൽ ഓവർ 0-3 ഡിപ്പെൻഡ്സ് ഓൺ ദി കൺവേർജൻസ് ഓഫ് ദി ഇൻ്റഗ്രൽ ഫ്രം 0 to 1 ആൻഡ് 1 to 3. ദെൻ ഇപ്പോൾ നമ്മൾ 0 to 1 എന്നും അതേപോലെ 1 to 3 എന്നുമായി. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആയിട്ട് രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് സാധാ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദെൻ ഇൻറ്റഗ്രേഷൻ 0 to 3 1/(x-1)2/3 dx ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ 0 to 1 1/(x-1)2/3 dx പ്ലസ് ഇൻറ്റഗ്രേഷൻ 1 to 3 1/(x-1)2/3 dx. ദെൻ ഇവിടെ അപ്പർ ലിമിറ്റാണ്, സോ 1 - എപ്സിലോണും ഇവിടെ ലോവർ ലിമിറ്റാണ്, സോ 1 + ഡെൽറ്റ. ഡെൽറ്റ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, കാരണം നമ്മൾ ഡെമ്മി വേരിയബിളാണ് എപ്സിലോൺ ഡെൽറ്റയൊക്കെ. അപ്പോൾ നമ്മളിവിടെ കൺഫ്യൂഷൻ വരേണ്ട വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയും ഡെൽറ്റ എടുത്തത്. രണ്ടിടത്തും എപ്സിലോൺ എടുത്താലും കുഴപ്പമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 1/(x-1)2/3 നമുക്ക് എങ്ങനെ എഴുതാം, x-1/(-2/3 എന്ന് എഴുതാം. എന്നിട്ട് അതിൻ്റെ ഇൻറ്റഗ്രേഷൻ -2/3 + 1 ഡിവൈഡഡ് -2/3 + 1 എഴുതി കൊടുക്കാം. ദെൻ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു, 3 × x-1/(1/3 0 to 1 - എപ്സിലോൺ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 3 × x-1 ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തതിൻ്റെ വാല്യൂ ആണ്. കാരണം -2/3 + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1/3 എന്ന് വരും. സോ അതിന് മേലേക്ക് കൊണ്ടുപോകുമ്പോൾ 3 × x-1/(1/3 എന്ന് വരും കേട്ടോ. -1/3 1/3. സോ 3 × x-1 നമ്മൾ എക്സിൻ്റെ സ്ഥലത്ത് 1 - എപ്സിലോണും 0യും കൊടുക്കുക ഇവിടെ. അതേപോലെ ഇവിടെ 3യും 1 + ഡെൽറ്റയും കൊടുക്കാം. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 3 + 3 3th root of √2 എന്ന് വരും. ഓക്കെ, സിൻസ് ബോത്ത് ലിമിറ്റ്സ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി അബവ് ഇക്വേഷൻ എക്സിസ്റ്റ്, രണ്ട് റൈറ്റ് ഹാൻഡ് ഇവിടെയുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ദി ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഈസ് കൺവേർജൻ. അപ്പോൾ നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞത് ഇത് കൺവേർജൻസ് ആണെന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഷോ ചെയ്തു. ഞാൻ അടുത്ത് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ ദി കർവ്സ് y = sec x ആൻഡ് y = tan x ഫ്രം x = 0 to x = π/2. നമ്മളോട് ഇവിടെ ഏരിയ ഒരു റീജിയൻ തന്നിട്ടുണ്ട്. ആ റീജിയൻ ലൈസ് ചെയ്യുന്നത് y = sec x എന്ന് പറഞ്ഞ കേർവും അതേപോലെ y = tan x എന്ന് പറഞ്ഞ കേർവാണ്. ഫ്രം x = 0 to x = π/2. x 0യും എക്സിൻ്റെ വാല്യൂ π/2 ആണ് വരുന്നത്. സോ അതിൻ്റെ ഏരിയ കണ്ടെത്താനാണ് പറഞ്ഞത്. സോ ഏരിയ ഓഫ് ദ റീജിയൻ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ ദി കർവ്സ് y = sec x ആൻഡ് y = tan x ഫ്രം 0 to π/2 = ദെൻ എന്ത് വരും, ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് നോക്കാം. സോ വലുത് വരുന്നത് sec 0യും sec π/2 കാണാം. അപ്പോൾ 1ഉം ഇൻഫിനിറ്റിയാണ് വരുന്നത്, മറ്റ് 0യും ഇൻഫിനിറ്റിയാണ് വരുന്നത്. അപ്പോൾ tan x ആണ് ചെറുത് വരുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രേഷൻ 0 to π/2 sec x - tan x. വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാണ് ചെയ്യാം. കാരണം നമ്മളത് ഏരിയ ബിറ്റ്വീൻ കഴിഞ്ഞ സെമ്മിൽ ഏരിയ ബിറ്റ്വീൻ കർവ്സ് അവിടെ പഠിച്ചിട്ടുണ്ട്. സോ ഇൻ ദി അബവ് ഇൻറ്റഗ്രൽ ഓൺ ദി ഇൻറ്റഗ്രൽ sec x - tan x become infinite at x = π/2 and is continuous on close interval 0 π/2. അപ്പോൾ π/2 എന്ന് പറഞ്ഞ വാല്യൂലാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ത് വരുന്നത്, കണ്ടിന്യൂസ് അല്ലാതെ വരുന്നത്. സോ ഇൻറ്റഗ്രേഷൻ 0 to π/2 sec x - tan x dx = ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 to π/2 - എപ്സിലോൺ ഇൻറ്റു π/2 - എപ്സിലോൺ sec x - tan x dx വരും. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിനെ നമ്മൾ രണ്ടെണ്ണക്ക് സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ചെയ്താലും കുഴപ്പമില്ല. sec xൻ്റെ ഡെറിവേറ്റീവ് log ഓഫ് ഡെറിവേറ്റീവ് അല്ല ഇൻറ്റഗ്രേഷൻ log ഓഫ് sec x + tan x ആണ്. പ്ലസ് tan xൻ്റെ ഡെറിവേറ്റീവ് -log ഓഫ് cos x ആണ്. സോ മൈനസും പ്ലസ് ആയി 0 to π/2 എന്ന് വരും. ഓക്കെ, 0 to π/2 - എപ്സിലോൺ. ദെൻ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 log ഓഫ് 1/cos x. sec x നമ്മൾ 1/cos x എന്ന് എഴുതി, tan x നമ്മൾ sin x/cos x എന്ന് എഴുതി. ഇവിടെ log ഓഫ് cos x ആണ്. സോ അതായത് ഈ രണ്ട് ടേമിനെ നമ്മൾ കോസിൻ്റെ ടേംസിലേക്ക് എഴുതി. ദെൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം കോസിൻ്റെ ടേമിലായി. ദെൻ log ഓഫ് a + log ഓഫ് b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, log ഓഫ് a × b എന്ന് എഴുതാം. അപ്പോൾ ആ ഒരു റിസൾട്ട് യൂസ് ചെയ്ത് ഇങ്ങനെ എഴുതി. ഞാൻ 1/cos x + sin x/cos x × cos x. അപ്പോൾ cos x നെ ഇൻറ്റു ചെയ്യുമ്പോൾ ഈ cos x-ഉം ഈ cos x-ഉം ക്യാൻസൽ ചെയ്യും. സോ ബാക്കി എന്തേ വരുള്ളൂ, 1 + sin x വരുള്ളൂ. ദെൻ 0 to π/2 - എപ്സിലോൺ കൊടുക്കുക. ദെൻ ഫൈനൽ ആൻസർ log 2 എന്ന് വരും.
ലോഗ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏരിയ കണ്ടെത്താനേ പറഞ്ഞിട്ടുള്ളൂ. സോ ലോഗ് 2 ആണ് അതിൻ്റെ ഏരിയ. അടുത്ത ഷോ ദാറ്റ് ഇൻറ്റഗ്രേഷൻ a to b dx by x minus a raised to p converges if p less than 1 and diverges if p greater than or equal to 1. p less than 1 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുമെന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഇവിടെയും പഠിച്ചിട്ടുണ്ട്. ഇംപ്രോപ്പർ ഇൻറ്റഗ്രലിൽ -∞ to ഇൻഫിനിറ്റി അല്ലെങ്കിൽ a to ഇൻഫിനിറ്റി അങ്ങനത്തെ വരുന്ന കേസിൽ നമ്മൾ ഇതേ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 1/x - a raised to p ആണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, p less than or equal to 0 let p greater than 0. p greater than 0 ആവുന്ന കേസാണ് ആദ്യം നോക്കുന്നത്. ഇൻറ്റഗ്രേഷൻ a to b 1/x - a raised to p dx. സോ a പ്ലസ് എപ്സിലോണിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തല്ല, x equal to unbounded at x equal to a and is continuous. then the integral let p greater than 0. p greater than 0 ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണം, ഹയസ്റ്റ് പവർ വരണം. ഹയസ്റ്റ് പവർ വരണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, എക്സിൻ്റെ സ്ഥലത്ത് എക്സ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താവരുത്, നമ്മളുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവരുത്. ഓക്കെ, സോ ഇൻറ്റഗ്രേഷൻ a to b 1/x - a raised to p dx ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇൻറ്റഗ്രേഷൻ a പ്ലസ് എപ്സിലോൺ b നമ്മൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. x - a raised to p നെ നമുക്ക് എങ്ങനെ എഴുതാം, x - a raised to -p + 1 ഡിവൈഡഡ് -p + 1 എഴുതാം. ദെൻ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 1/-p + 1 നമ്മൾ 1 - p എന്ന് എഴുതി. ദെൻ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബട്ട് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0. ഇനി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ പീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫംഗ്ഷൻ ഇരിക്കുന്നത്. പി നോക്കുക നിങ്ങൾ. അപ്പോൾ നമുക്ക് വരിക ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 എപ്സിലോൺ റേഷ്യൂ, ഈ എപ്സിലോൺ റേഷ്യൂ -p + 1ൻ്റെ വാല്യൂ എന്താവും എന്നുള്ളത് പീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പി എന്ന് പറഞ്ഞത് ലെസ് ദാൻ 1 ആണെന്ന് വിചാരിക്കുക. ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താവും, 0 ആയിരിക്കും. ഓക്കെ, അതായത് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്സിലോൺ റേഷ്യൂ മൈനസ് ലെസ് ദാൻ 1 പറഞ്ഞാൽ മൈനസ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ 0 + 1 അല്ലെങ്കിൽ എന്താ -1 + 1, സോ -2. സോ എപ്സിലോൺ റേസ് ടു -ഇൻഫിനിറ്റി വരും. -ഇൻഫിനിറ്റി വരുമ്പോൾ നമ്മുടെ വാല്യൂ എന്താ വരും, 0 വരും. അടുത്ത p greater than 1 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ത് വരും, ഇൻഫിനിറ്റി എന്ന് വരും. ഓക്കെ, ദെൻ 1/x - a raised to p dx രണ്ടും ഇതാണുള്ളത്. ഫസ്റ്റത്തെ കേസിൽ p less than 1 ആകുമ്പോൾ ഈ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇത്രയും വരും, 1/1 - p b - a raised to -p + 1 വരും. അതായത് എപ്സിലോണിൻ്റെ വാല്യൂ 0 ആയിട്ട് പോകും. സെക്കൻഡ് കേസിൽ മൊത്തം ആ എപ്സിലോണിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരുന്നതുകൊണ്ട് തന്നെ ആ മൊത്തം ഫംഗ്ഷൻ എന്തായിട്ട് മാറും, ഇൻഫിനിറ്റി ആയിട്ട് മാറും. ദെൻ ഹെൻസ് ഇൻറ്റഗ്രേഷൻ a to b dx by x - a raised to p എന്ന് പറഞ്ഞത് കൺവേർജൻസ്. ഇഫ് p less than 1 ആകുമ്പോൾ കൺവേർജൻ്റ് ആവും ആൻഡ് greater than 1 ആകുമ്പോൾ ഡൈവേർജൻ്റ് ആവും. ഇനി നമുക്കൊരു ഈക്വൽ ടുൻ്റെ കേസും കൂടി ഉണ്ട്. സോ p = 1 കൊടുക്കുക. p = 1 കൊടുക്കുമ്പോൾ ഇൻറ്റഗ്രേഷൻ a to b 1/x - a all raised to p dx. സോ ഇൻറ്റഗ്രേഷൻ a to b 1/x - a എന്ന് വരും dx. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 a + എപ്സിലോൺ b 1/x - a dx. നമുക്ക് എന്ത് വരും, log of x - a എന്ന് വരും. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് log of b - a മൈനസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 log എപ്സിലോൺ വരും. അവിടെ നമ്മളുടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് എന്ത് പറയാം, is divergent one. So p less than or equal to 1 ആകുമ്പോൾ അത് divergent ആണ്. p greater than 1 ആകുമ്പോൾ അത് convergent ആണ്. Okay, as in the